മലപ്പുറത്തിന്റെ മുക്കിലും മൂലയിലും എത്തി വോട്ടർമാരുടെ നെഞ്ചകവും സ്ഥാനാർത്ഥികളുടെ നെഞ്ചെടുപ്പും ഒരുപോലെ അറിഞ്ഞായിരുന്നു ഹാഷ്മി താജ് ഇബ്രാഹിമിന്റെ ഇന്നത്തെ വോട്ടോട്ടം. ഉപ്പ് തൊട്ട് കർപ്പൂരം എന്ന് പറയും പോലെ സംസ്ഥാന രാഷ്ട്രീയത്തിലെ വിഷയം തൊട്ട് പ്രാദേശിക വിഷയങ്ങൾ വരെയാണ് വോട്ടർമാർ ഉയർത്തിയത്. നിന്നും നടന്നും ഓടിയും സൈക്കിൾ ചവിട്ടിയും ഒക്കെയായിരുന്നു ഹാഷ്മി താജ് ഇബ്രാഹിമിന്റെ ആ യാത്ര. ഒന്ന് കാണേണ്ടത് തന്നെ. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർ, മലപ്പുറം. അപ്പോൾ മലപ്പുറത്തിന്റെ ആകാശത്താണ് എയർ രാവ്. എനിക്ക് പുതുവുള്ള കാര്യമല്ലാത്ത കാരണം ഇപ്പോൾ എയറിൽ നിൽക്കുകയാണ്. മലപ്പുറത്തിന്റെ രാഷ്ട്രീയ ആകാശത്ത് നോക്കുമ്പോൾ ഇവിടെ പി.കെ. കുഞ്ഞാലിക്കുട്ടി മത്സരിക്കാൻ വേണ്ടി വേങ്ങരയിൽ നിങ്ങോട്ടേക്ക് എത്തുന്നു. മലപ്പുറം UDFന്റെ ലീഗിന്റെ ഉറച്ച കോട്ട എന്ന് തന്നെയാണ് എല്ലാ കാലത്തും പറയുന്നത്. ഇക്കുറിയും അതിന് മാറ്റം ഉണ്ടാവില്ല എന്ന് പറയുമ്പോഴും LDF ഇവിടെ കുഞ്ഞാലിക്കുട്ടിക്ക് ശക്തമായ വെല്ലുവിളി ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ആര് വാഴും ആര് വീഴും എന്നുള്ള ആശങ്ക എന്തായാലും UDFന് ഇവിടെ ഇല്ല. കഴിഞ്ഞ 4 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇവിടുന്ന് ലീഗിനെ വെല്ലാൻ ഒരു ശക്തിക്ക് ഇവിടെ ആയിട്ടില്ല എന്ന് പറയുമ്പോഴും LDF അവർക്ക് കഴിയുന്ന രീതിയിൽ വലിയ ശക്തമായ പോരാട്ടം തീർക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മലപ്പുറത്തിന്റെ ആകാശത്തു നിന്നും മലപ്പുറത്തേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഓടി ഓടി കിതയ്ക്കാതെ ഇപ്പോഴും മണ്ഡലത്തിലൂടെ കുതിക്കുകയാണ്. ഹാഷ്മിയിലേക്ക് നമുക്ക് നേരിട്ട് പോകാം. മലപ്പുറം മണ്ഡലത്തിൽ നിന്ന് ഹാഷ്മി താജ് ഇബ്രാഹിം തത്സമയം എനിക്കൊപ്പം ചേരുകയാണ്. ഹാഷ്മി, നാടിന്റെ ഇലക്ഷൻ ഡെസ്കിലേക്ക് താങ്കൾക്ക് സ്വാഗതം. മലപ്പുറത്ത് പൊളിക്കുകയാണ്, പറയൂ. അപ്പോൾ അങ്ങനെയാണ്. ഇനിയിപ്പോൾ പരസ്യ പ്രചരണത്തിന് 3 നാൾ മാത്രമാണ് ബാക്കി. അവസാന വോട്ട് ഉറപ്പിക്കൽ സ്ഥാനാർത്ഥികൾക്ക്, മുന്നണികൾക്ക് അതിനിർണായകമാണ്. പല പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ പി.കെ. കുഞ്ഞാലിക്ക് വേണ്ടി വിദ്യാർത്ഥികളുടെ ഒരു ഐക്യനിര ഇവിടെ റോഡിലേക്ക് ഇറങ്ങിയതായി ഇവിടെ പരസ്യ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അപ്പോൾ ഒരു മുദ്രാവാക്യം വിളിക്കുകയാണ്. എന്താ പരിപാടി? പരിപാടി MSF മുനിസിപ്പൽ UDSFന്റെ സ്റ്റുഡന്റ് സഫാരി എന്ന് പറഞ്ഞ കുഞ്ഞാപ്പാക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ മലപ്പുറം സജ്ജമാണെന്ന് അറിയിക്കുന്ന റാലിയാണ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ജയിക്കോ കുഞ്ഞാപ്പ? ജയിക്കോ? തീർച്ചയായിട്ടും ജയിക്കും. ഉറപ്പാണ്? പിന്നെന്താ സംശയം? എന്തുണ്ട്? എപ്പ ഇറങ്ങിയതാ? എപ്പ ഇറങ്ങിയതാ? അപ്പൊ അപ്പൊ അങ്ങനെയാണ്. ഇവിടെ കുട്ടികളുടെ റാലി നടക്കാണ്. തീരെ കുഞ്ഞുകുട്ടികളൊക്കെ ഉണ്ട്. ഏറ്റവും ഫ്രണ്ടിലും തീരെ പൊടിക്കുഞ്ഞുങ്ങളുണ്ട്. അപ്പൊ അവരോട് അധികം ചോദിക്കുക. ഹലോ, ഹായ്. ഓക്കെ, അവര് വാ. എന്തുണ്ട്? എപ്പ ഇറങ്ങിയ പരിപാടി? എപ്പ ഇറങ്ങിയ? കുറച്ചേരായി ഇറങ്ങിയിട്ട്. എന്താ പരിപാടി? എന്താ ഈ പരിപാടി? ഷാറായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പരിപാടികള് ഷാറാണ്. എല്ലാരും UDFന് വോട്ട് ചെയ്യാ. കുഞ്ഞാലിക്കുട്ടി ജയിക്കുന്ന ഉറപ്പാണ്? ഷുവർ. ഉറപ്പ്? വൻ ഭൂരിപക്ഷം. ചരിത്ര ഭൂരിപക്ഷം ഉണ്ടാവോ? ഉണ്ടാവോ? തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ ഇവിടെ അവർ കുഞ്ഞാലിക്കുട്ടി ജയിക്കും എന്ന് പറയുന്നതിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ മലപ്പുറം UDF മലപ്പുറം മണ്ഡലം ഉണ്ടായതിനു ശേഷം UDF ഏതെങ്കിലും തരത്തിൽ ഒരു കോട്ടം ഉണ്ടായിട്ടില്ല. UDFനെ തോൽപ്പിക്കാൻ ഏതെങ്കിലും തരത്തിൽ LDFന് കഴിഞ്ഞിട്ടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.